ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ CIA ഇന്ത്യ വെറും കോമാളികളാക്കി മാറ്റിയ ചരിത്രം നിങ്ങൾക്കറിയാമോ? ആകാശത്തെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഇന്ത്യ നടത്തിയ പോഖ്രാൻ വിസ്മയം. 1998-ൽ ഇന്ത്യയുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ അമേരിക്കയുടെ $4 ബില്യൺ വിലമതിക്കുന്ന ലക്രൂസ് ഉപഗ്രഹങ്ങൾ ആകാശത്തുണ്ടായിരുന്നു. മണലിലെ ഒരു ചെറിയ കാൽപ്പാട് പോലും കണ്ടെത്താൻ ശേഷിയുള്ളവ. എന്നാൽ ഈ ഉപഗ്രഹങ്ങൾ എപ്പോൾ ഇന്ത്യയ്ക്ക് മുകളിലൂടെ കടന്നുപോകുമെന്ന് നമ്മുടെ ശാസ്ത്രജ്ഞർ കൃത്യമായി കണക്കുകൂട്ടി. ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന വ്യാജ പേരിലാണ് അവിടെ നിന്നിരുന്നത്. ശാസ്ത്രജ്ഞർ എല്ലാവരും പട്ടാളവേഷം ധരിച്ചു. ഉപഗ്രഹങ്ങൾ വരുന്നത് നോക്കി അവർ താവളങ്ങളിൽ ഒളിച്ചു. കാറ്റടിച്ചാൽ മണൽ മൂടിപ്പോകുന്ന രീതിയിൽ മാത്രം കുഴികളെടുത്ത് അവർ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചു. ഒടുവിൽ 1998 മെയ് 11 ഉച്ചയ്ക്ക് 3:45 പോഖ്രാൻ മരുഭൂമി കുലുങ്ങി വിറച്ചു. ബുദ്ധൻ വീണ്ടും ചിരിച്ചു എന്ന സന്ദേശം പുറത്തുവന്നു. 1974 മെയ് 18 രാജസ്ഥാനിലെ പോഖ്രാനിൽ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ ഔദ്യോഗിക രഹസ്യനാമമായിരുന്നു സ്മൈലിംഗ് ബുദ്ധ അഥവാ ബുദ്ധൻ ചിരിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് പരീക്ഷണം വിജയകരമാണെന്ന് അറിയിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച സന്ദേശമായിരുന്നു ഇത്. പരീക്ഷണം നടന്ന ദിവസം ബുദ്ധപൂർണിമയായിരുന്നു എന്നതാണ് പ്രാഥമികമായ കാരണം. ബുദ്ധൻ സമാധാനത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ ആണവ പദ്ധതി യുദ്ധത്തിനല്ല, മറിച്ച് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് ഈ പേര് തിരഞ്ഞെടുത്തത്. ലോകരാജ്യങ്ങൾക്കോ ചാരസംഘടനകൾക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതീവ രഹസ്യമായി നീക്കങ്ങൾ നടത്താൻ ഇത്തരം കോഡ് നാമങ്ങൾ സഹായിച്ചു. ആദ്യ പരീക്ഷണത്തിനു ശേഷം 24 വർഷങ്ങൾ കഴിഞ്ഞ് ലോകശക്തികളുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും അവഗണിച്ച് ഇന്ത്യ വീണ്ടും ലക്ഷ്യം കണ്ടു എന്നതിന്റെ വിളംബരമായിരുന്നു ബുദ്ധൻ വീണ്ടും ചിരിച്ചു എന്നത്. ഒരു ദരിദ്ര രാജ്യമെന്ന് വിദേശ രാജ്യങ്ങൾ കരുതിയിരുന്ന ഇന്ത്യ ശാസ്ത്രസാങ്കേതിക വിദ്യയിൽ വൻ ശക്തികൾക്കൊപ്പം എത്തി എന്നതിന്റെ തെളിവായിരുന്നു ഇത്. ബുദ്ധൻ ചിരിച്ചു എന്ന് പറയുമ്പോൾ അത് വെറുമൊരു ചിരിയല്ല, മറിച്ച് ഇന്ത്യയെ തൊടാൻ ആരും ധൈര്യപ്പെടില്ല എന്ന സായുധ സമാധാനത്തിന്റെ അഥവാ ആംഡ് പീസിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു. ഓപ്പറേഷൻ ശക്തി വിജയകരമെന്ന് വാജ്പേയി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് അമേരിക്ക വിവരമറിഞ്ഞത്. അതോടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഒരു കരുത്തുറ്റ ആണവശക്തിയായി മാറി. വിവരം പുറത്തുവന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ പോലും ഞെട്ടിപ്പോയി. കാരണം അവരുടെ ചാരക്കണ്ണുകൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ ബുദ്ധിയുടെ ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? ഇതുപോലുള്ള വീരചരിത്രങ്ങൾക്കായി ഷോർട്ട് ആൻഡ് ഷാർപ്പ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.